ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷും നിധിയും കൂടെ പുറത്തേക്കൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സുധീഷിനത് കറക്കാണെങ്കിലും നിധിക്ക് കറക്കല്ല. നിധിക്ക് ഒരു സീക്രട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആരെക്കുറിച്ചാന്ന് വെച്ചാൽ നമ്മുടെ സുനന്ദേനും സുഭാഷ് ഏട്ടനെയും കുറിച്ചാണ്. കാരണം എന്താന്ന് വെച്ചാൽ സുനന്ദ സുഭാഷ് ഏട്ടനെയും തേടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഭാസ്കറും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അപ്പോൾ അവൾ സുധീഷിനോട് പറയണം, കാറിന്ന് പുറത്തിറങ്ങിയിട്ട് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം നിധി, ഇങ്ങനെ വെറുതെ ഇരിക്കാനാണോ പുറത്തേക്ക് വന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല സുധീഷ്, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു, നമുക്കൊരു കാര്യം ചെയ്താലോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്ത് കാര്യം? അപ്പോൾ അവൾ പറയാണ്, നമുക്ക് സുഭാഷ് ഏട്ടൻ്റെ സുനന്ദേൻ്റെ കല്യാണം നടത്തിയാലോ? അവളത് പറഞ്ഞതും സുധീഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ നിധി, നിനക്ക് വട്ടായോ? അതെന്ത് കാര്യം നീ പറയുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, തമാശയല്ല സുധീഷ്, ഞാൻ കാര്യമാണ് പറഞ്ഞത്. നീ ശ്രദ്ധിച്ചോ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അവൾ പിന്നെയും പിന്നെയും സുഭാഷ് ഏട്ടനെ കാണാൻ വരുന്ന എന്തുകൊണ്ടാണ്? അവൾക്ക് സുഭാഷ് ഏട്ടനെ പറഞ്ഞൊരു ജീവിതം താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അവൾക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പാവം, നമ്മൾ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നിധി പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി പോട്ടെ, നമ്മളത് നടത്തിയെന്ന് വെക്കാം. സുഭാഷായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതൊക്കെ സമ്മതിക്കും സുധീഷ്, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്നെ തന്നെയാണ് അവിടെ കാണുന്നത്. ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിനെ ഓർത്തിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നോ? അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സുധീഷ് പറയാണ്, നിധി നിന്നെപ്പോലെയല്ല സുനന്ദ, അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾ ഈ പറയുന്നതായിരുന്നു അവൾക്കില്ല. അവൾ വരില്ല, ഉറപ്പാണ്. അവൾ വീട്ടുകാരെ മറന്നൊന്നും ചെയ്യൂല. പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിനക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു അവിടുന്ന് പുറത്ത് കിടക്കാൻ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊക്കെ വെറുതെയാണ് സുധീഷ്. സുനന്ദ എന്തായാലും പുറത്ത് വരും. അവളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ടാണ്. കൂടെ ഒരാളുണ്ടാവുമ്പോൾ ഭയങ്കര ധൈര്യമാണ്. ഇപ്പോൾ എനിക്ക് ധൈര്യം തന്നത് നിങ്ങളല്ലേ. അതുകൊണ്ടല്ലേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയതും എനിക്ക് ഒരുപാട് ഹോപ്പ് തന്നതും എല്ലാം. അതുപോലെ തന്നെ സുനന്ദേനെ നമ്മൾ രക്ഷിക്കും. ഞാൻ സുനന്ദേനെ അമ്പലത്തിലേക്ക് എത്തിക്കാം, എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം. സുഭാഷ് ഏട്ടൻ എന്തായാലും വരും. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർ നിർബന്ധിച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് അവൾ സമ്മതിച്ചു. ഒടുവിൽ 2 മാസം പോലും അവർ തികച്ചു നിന്നില്ല. അവർ ഡിവോഴ്സായി. അതുപോലത്തെ ഒരു അവസ്ഥ സുനന്ദയ്ക്ക് വരില്ലേ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി അത് അവരുടെ മാത്രം കാര്യമാണ്, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടല്ലേ ഇപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്? അത് അവൾ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഇപ്പം അതിൽ വേറെ ഒന്നുമില്ല. നീ വെറുതെ തല പോയിക്കേണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താണ് സുധീഷ്, എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണോ ഈ പറയുന്നത്? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി നിനക്കൊരാവശ്യം വേണമെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ സുനന്ദ അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പ്രേമത്തിനെതിരൊന്നുമല്ല, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നീ തിരഞ്ഞെടുത്ത 2 ആൾക്കും ധൈര്യമില്ല, അതാണ് സത്യം. 2 പേരും റിസ്ക് എടുക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കവളെ എടുത്തുകൊണ്ട് വന്ന് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. സുധീഷ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നിധി ആകെ ഡിസപ്പോയിൻറ്റഡ് ആവാണ് കേട്ടോ. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നിധി അമ്പലത്തിൽ തൊഴാണ്. അങ്ങനെ അവൾ അവിടെ ആൽമരത്തിൽ ഇരിക്കുമ്പോഴാണ് സുനന്ദേനെ കാണുന്നത്. അവളെ കണ്ടപാടെ സുനന്ദ നിധിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിധി ഞാൻ ഇന്നലെ വരാൻ പാടില്ലായിരുന്നല്ലേ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഇത് നീ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയല്ലേ, വരാൻ പാടില്ലായിരുന്നു, മിണ്ടാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയുമോ നിനക്ക്? അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ശരിയാ നിധി, എനിക്കെന്തോ പേടി കൂടുകയാണ്. ഇപ്പം എൻ്റെ കല്യാണത്തിനെ പറ്റിയുള്ള ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കാണ്. ആ ചെറുക്കൻ എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് എന്ത് പറയണം ഒന്നും എനിക്ക് അറിയില്ല. എനിക്കെന്നെ കൊല്ലാൻ കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്കൊന്നും എതിർത്ത് ചെയ്യാനും വയ്യ. ചിലപ്പോൾ വിചാരിക്കും സുഭാഷേട്ടൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചാലോ എന്ന്. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല നിധി. ഇന്നലെ സുഭാഷേട്ടൻ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞാനൊക്കെ തകർന്നു പോയി. എന്നോട് സുഭാഷേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. പക്ഷെ രാവിലെ ആയപ്പോൾ എനിക്ക് വീണ്ടും അങ്ങോട്ട് വരാൻ തോന്നുകയാണ് നിധി. അതും പറഞ്ഞിട്ട് അവൾ കരയാണ്. അപ്പോൾ നിധി സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, സുനന്ദ ഇത് നിൻ്റെ ജീവിതമാണ്, നല്ലൊരു തീരുമാനം എടുക്കേണ്ടത് നിൻ്റെ കടമയാണ്. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, നിധി നിന്നെപ്പോലൊരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധിച്ചു തരാൻ എൻ്റെ വീട്ടിൽ ആരുമില്ല. ഇങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാനും. നിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്കെന്ത് വേണം? നിന്റെ ജീവിതത്തിന് നല്ലൊരു തീരുമാനം എടുക്കേണ്ടത് നിന്റെ കടമയാണ്. നിധി അത് പറഞ്ഞു കഴിഞ്ഞതും സുനന്ദ കണ്ണൊക്കെ തുടച്ചിട്ടൊരു സ്ട്രോങ് ലേഡീനെ പോലെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കണം. സുനന്ദ അങ്ങനെ പറഞ്ഞപ്പോൾ നിധി നല്ല ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പുഞ്ചിരിക്കുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും? സുനന്ദ സുഭാഷ് ഏട്ടന് വേണ്ടി ഇറങ്ങി പോരുമോ? നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.